ഹലോ സ്റ്റുഡൻസ്, അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻ്റ് എക്സാം കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിലെ ആദ്യ 6 ചാപ്റ്ററുകളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിച്ച് അതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ടെസ്റ്റുകൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞു. നമ്മൾ ഇന്ന് 7ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 7ാമത്തെ ചാപ്റ്റർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഈ ചാപ്റ്ററിലും ഏകദേശം ഒരേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തുടർച്ചയായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒരു അസറ്റ് അക്കൗണ്ട് തയ്യാറാക്കാൻ. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കാനാണ് സ്ഥിരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരേ പാറ്റേണിലുള്ള ചില തിയറി പാർട്ടുകൾ കൂടി ചോദിക്കാറുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് കഴിഞ്ഞ 10 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഡിപ്രീസിയേഷൻസ്, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പരിശോധിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എ കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹5,000 on 30th June 2015. Depreciation is charged at 10% under straight line method and accounts closed on 31st December every year. Show the machinery account up to 31st December 2016. Second part of the question, distinguish between straight line method and written down value method. Write any 2 points. ഒരു കമ്പനി 5000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചു. ജൂൺ 2015 വാങ്ങിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സംഭവം, ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് 2 വർഷത്തെ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കാനും അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതാൻ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ മെഷീനറി അക്കൗണ്ടാണ് ആദ്യം തയ്യാറാക്കുന്നത്. മെഷീനറി അക്കൗണ്ട് ജൂൺ 30 വാങ്ങുമ്പോഴുള്ള ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ടു ക്യാഷ് 50,000. ദെൻ ഒരു വർഷം പൂർത്തിയാവുമ്പോൾ, അഥവാ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ 31/12/2015. ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്നാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം ബൈ ഡിപ്രീസിയേഷൻ. എത്രയാണ് എമൗണ്ട്? 2500 ആണ്. അങ്ങനെ ഇത് 2500 ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ്, മെഷീനറീൻ്റെ കോസ്റ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 10% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പോൾ 50,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. പക്ഷേ ഇവിടെ ഈ മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത് 30 ജൂണിനാണ്. ജൂൺ 30 വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരെ 6 മാസമാണ്. അപ്പോൾ 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷനാണ് നമ്മൾ ആദ്യ വർഷം എഴുതേണ്ടത്. അപ്പോൾ 50,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12, 6 മാസത്തേക്ക് കാണുക, അത് 2500. ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നമ്മൾ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 47,500. 50,000 മൈനസ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കഴിച്ചാൽ ബാക്കി 47,500. ദെൻ 1/1/2016 അഥവാ ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ 47,500. മറ്റു ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. ആ ഫിനാൻഷ്യൽ ഇയർ അവസാനം അഥവാ 31/12/2016 ഡിപ്രീസിയേഷൻ 5000 രൂപ ഒരു ഫുൾ ഇയറിന്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം കോസ്റ്റ് വാല്യൂ 50,000 ഇൻറ്റു 10/100 5000 രൂപ. ദെൻ ബാലൻസ് ചെയ്യുന്നു.
ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദ മെഷീനറി അഥവാ ആ വർഷം ക്ലോസിങ്ങിലുള്ള 2016 ഡിസംബർ 31 ഈ മെഷീനറിൻ്റെ വാല്യൂ എത്രയാണ്? 42,500 രൂപ. ഇങ്ങനെയാണ് നമ്മൾ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലേ. ഏതെങ്കിലും 2 പോയിൻ്റാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ മുഴുവനായിട്ട് ഏകദേശം എഴുതിയിട്ടുണ്ട്. ഒന്ന്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ ഒറിജിനൽ കോസ്റ്റ്, അസറ്റ് വാങ്ങുമ്പോഴുള്ള കോസ്റ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണെങ്കിലോ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ ബുക്ക് വാല്യൂ, ഈ അസറ്റിന് ഓരോ വർഷവും അതിൻ്റെ ബുക്ക് വാല്യൂ എന്താണ്, അഥവാ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും ബുക്ക് വാല്യൂ. ആ ബുക്ക് വാല്യൂ എന്താണോ ആ വാല്യൂവിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 2ാമത്തെ വർഷം ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? 4,750 ആയിരിക്കും. കാരണം ഇവിടെ ബുക്ക് വാല്യൂ ആ വർഷത്തെ ഓപ്പണിംഗ് വാല്യൂ 47,500 ഓക്കെ. ദെൻ 2ാമത്തെ വ്യത്യാസം, ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഫിക്സഡ്. എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. കാരണം ഓപ്പണിംഗ് ഒറിജിനൽ കോസ്റ്റ്, ആ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എത്രയാണോ അതാണ് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത്. ദെൻ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണെങ്കിൽ ഡിക്ലൈൻസ് ഇയർ ആഫ്റ്റർ ഇയർ, ഡിപ്രീസിയേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലാ വർഷവും കുറഞ്ഞു വരും. കാരണം അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ദെൻ മറ്റു വ്യത്യാസങ്ങളാണ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് അൺഈക്വൽ ഇയർ ആഫ്റ്റർ ഇയർ, ഇൻക്രീസസ് ഇൻ ലേറ്റർ ഇയേഴ്സ്. അവസാന വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ വാല്യൂ ബുക്ക് വാല്യൂവിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണെങ്കിൽ ഡിപ്രീസിയേഷൻ റിപ്പയേഴ്സ് എമൗണ്ട് ആൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഏകദേശം, കറക്റ്റല്ല, ഏകദേശം ഈക്വൽ ആയിട്ടായിരിക്കും ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് വാല്യൂ വരുന്നത്. ദെൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് നിയമപ്രകാരം കമ്പനികൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടതല്ല. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണെങ്കിലോ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ലോ. ദെൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ മറ്റൊരു വ്യത്യാസം ആണ് സ്യൂട്ടബിൾ ഫോർ അസറ്റ്സ് ഇൻ വിച്ച് റിപ്പയർ ചാർജസ് ആർ ലെസ്, ദ പോസിബിലിറ്റി ഓഫ് ഒബ്സോലസൻസ് ഈസ് ലോ. ആ അസറ്റിൻ്റെ കേസിൽ റിപ്പയർ ചാർജസ് കുറവാണെങ്കിൽ അതിനാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ അസറ്റ് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണെങ്കിൽ അതിനും നല്ലത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ദെൻ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ കേസിൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസറ്റ്സ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് റിക്വയർ മോർ റിപ്പയർ എക്സ്പെൻസസ്. ടെക്നോളജിക്കൽ ചേഞ്ചസിനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അതുപോലെ റിപ്പയർ എക്സ്പെൻസസ് കൂടുതലുണ്ടാവാനുള്ള സാധ്യത ഉള്ള അസറ്റുകളാണെങ്കിൽ അവിടെ അനുയോജ്യമായത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടേം റെഫേഴ്സ് ടു റൈറ്റിംഗ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് എറ്റ്സെട്ര. അഥവാ ഡിപ്രീസിയേഷൻ എന്ന ടേമിന് പകരം ഈ പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് പോലെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് ഉപയോഗിക്കുന്ന ടേം ഏതാണ്? ഇവിടെ ആൻസർ അമോർട്ടൈസേഷനാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ അഥവാ അതിൻ്റെ കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് അമോർട്ടൈസേഷൻ എന്നാണ് പറയുന്നത്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് വേസ്റ്റിംഗ് അസറ്റ്സ് അഥവാ ഓയിൽ വെല്ല്, കോറീസ്, മൈൻസ് പോലെയുള്ള അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്ലീഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഒബ്സോലസൻസ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടു പോവുക, ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ടാവുക. നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ അമോർട്ടൈസേഷനാണ്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. സീക്രട്ട് റിസർവ്, ജനറൽ റിസർവ്, റവന്യൂ റിസർവ്, ക്യാപിറ്റൽ റിസർവ്. സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇത് ബാലൻസ് ഷീറ്റിൽ കാണാൻ കഴിയില്ല. അതിന് ചില ടെക്നിക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ. ദെൻ ജനറൽ റിസർവും റവന്യൂ റിസർവും ക്യാപിറ്റൽ റിസർവും ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഐറ്റംസ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ 1 July 2014 മെസ്സേഴ്സ് ഗോൾഡൻ സ്റ്റോർ പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ഫോർ ₹85,000
spend rupees 10,000 for its overhauling and rupees 5,000 for installation. ഈ സ്ഥാപനം ഗോൾഡൻ സ്റ്റോർ ഒരു സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് വാങ്ങിച്ചു 85,000 രൂപ കൊടുത്തിട്ട്. എന്നിട്ട് അതൊന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി 10,000 രൂപ ചിലവാക്കി. അത് ഫിറ്റ് ചെയ്യാൻ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജായിട്ട് 5,000 രൂപയും ചിലവാക്കി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങാനുള്ള വില, അതുപോലെ അത് കൊണ്ടുവരാനുള്ള ചിലവ്, അതുപോലെ അതിൻ്റെ മറ്റു അതുമായി ബന്ധപ്പെട്ടതുപോലുള്ള നന്നാക്കാനുള്ള ചിലവ്, അതുപോലെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസുകൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അനദർ പ്ലാന്റ് വാസ് പർച്ചേസ്ഡ് ഓൺ 1st January 2016 ഫോർ rupees 50,000. 2016 ജനുവരി 1 50,000 രൂപക്ക് വേറൊരു പ്ലാന്റും കൂടി വാങ്ങിച്ചു. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് 10% ഓൺ ഒറിജിനൽ കോസ്റ്റ്. ഓൺ 1st July 2016, the plant purchased on 1st July 2014 were sold for rupees 75,000. Prepare planned account up to 31st December 2017. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് 31st December ആണ്. ജനുവരി 1 ടു ഡിസംബർ 31 സാമ്പത്തിക വർഷം. ഇവിടെ അവർക്ക് ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് 10% ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വാങ്ങുമ്പോഴുള്ള കോസ്റ്റ്, അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മളോട് പറഞ്ഞുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാൻഡ് അക്കൗണ്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യ വർഷത്തിൽ 1/7/2014 ഈ പ്ലാന്റ് വാങ്ങിച്ചത്. ജേണൽ എൻട്രി പ്ലാന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പ്ലാന്റ് അക്കൗണ്ടിൽ ടു ക്യാഷ് rupees 1 lakh. 1 lakh എങ്ങനെ കിട്ടിയത്? 85,000 കോസ്റ്റ്, അത് വർക്കിംഗ് കണ്ടീഷനിലാക്കാൻ വേണ്ടി വന്ന ചിലവ് 10,000 രൂപ, ആ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി 5,000 രൂപ. ടോട്ടൽ 85,000 പ്ലസ് 10,000 പ്ലസ് 5,000 ഈക്വൽ ടു 1 lakh. ദെൻ ആ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം 31/12/2014 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു rupees 5,000. അപ്പോൾ എങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ 5,000 കിട്ടിയത്? ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ നോക്കുക. പ്ലാന്റിൻ്റെ വാല്യൂ rupees 1 lakh, 10% ഡിപ്രീസിയേഷൻ അഥവാ ഇൻറ്റു 10/100. പക്ഷേ അവിടെ 6 മാസമേ ഉള്ളൂ. വാങ്ങിച്ചത് 1/7/2014 അപ്പോൾ ഇൻറ്റു 6/12 ഈക്വൽ ടു 5,000. ഓക്കെ. ദെൻ അടുത്ത വർഷം ഓപ്പണിങ്ങിൽ ഈ അക്കൗണ്ടിനെ ആ ഫിനാൻഷ്യൽ ഇയറിൽ ബാലൻസ് ചെയ്തപ്പോൾ 95,000 ആണ് ക്ലോസിംഗ് ബാലൻസ്. ദെൻ ഓപ്പണിംഗ് ബാലൻസ് 1/1/2015 95,000. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? rupees 10,000. എങ്ങനെ 10,000? ഇതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് 1 lakh ഇൻറ്റു 10/100 ഈക്വൽ ടു 10,000. ദെൻ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 85,000. 1/1/2016 ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ rupees 85,000. ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അനദർ പ്ലാന്റ് വാസ് പർച്ചേസ്ഡ് ഓൺ 1/1/2016. 1/1/2016 പുതിയ പ്ലാന്റ് വാങ്ങിച്ചു 50,000 രൂപക്ക്. അപ്പോൾ പ്ലാന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ് 50,000. ദെൻ പിന്നെ പറയുന്നൊരു കാര്യമാണ് ഓൺ 1st July 2016 മറ്റു ചില ട്രാൻസാക്ഷൻസ് കൂടി പ്ലാന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. The plant purchased on 1st July 2014 were sold for rupees 75,000. ഈ ജൂലൈ 2014 വാങ്ങിച്ച പ്ലാന്റ് 75,000 രൂപക്ക് വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ആദ്യം വാങ്ങിച്ച പ്ലാന്റിനുള്ള ഡിപ്രീസിയേഷൻ എത്ര ഉണ്ടായിരിക്കും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വാല്യൂ 1 lakh ആണ്. 1 lakh ഇൻറ്റു 10/100 ഇൻറ്റു ഇത് വിൽക്കുന്നത് എന്നാ 1/7/2016 അഥവാ 6 മാസം. ജനുവരി 1 മുതൽ ജൂലൈ 1 വരെ 6 മാസമാണ്. 6 മാസം വരെയുള്ള ഡിപ്രീസിയേഷൻ 5,000 അഥവാ 1 lakh ഇൻറ്റു 10/100 ഇൻറ്റു 6/12 ഈക്വൽ ടു 5,000. ദെൻ ഇനി ഇത് വിൽക്കുമ്പോൾ 75,000 റുപ്പീസിനാണ് വിൽക്കുമ്പോൾ അത് നമ്മൾ പ്രോഫിറ്റിലാണോ ലോസിലാണോ വിറ്റത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ലോസാണ്, 5,000 രൂപ ലോസാണ്. എങ്ങനെ ലോസ് കിട്ടിയത്? ഈ പ്ലാന്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത് 85,000 രൂപയാണ്. 85,000 രൂപയിൽ നിന്ന് 5,000 രൂപ മൈനസ് ചെയ്തു അഥവാ ഡിപ്രീസിയേഷൻ. അപ്പോൾ ബാക്കി 80,000 അല്ലേ? വിറ്റത് എത്ര രൂപക്കാണ്? 75,000 രൂപക്ക്. അഥവാ 80,000 രൂപ
വാല്യൂ ഉള്ള സാധനം വിറ്റത് 75,000 രൂപക്ക്. അപ്പോൾ നമുക്ക് എത്ര രൂപ നഷ്ടമാണ്? 5,000 രൂപ നഷ്ടമാണ്. അഥവാ 80,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് 75,000 രൂപക്കാണ് വിറ്റത്. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് 5,000 രൂപയുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്ലാന്റ് അക്കൗണ്ട് ആണ്. അഥവാ പ്ലാന്റ് അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,000. ആ ഫിനാൻഷ്യൽ ഇയർ അവസാനം അഥവാ 31/12/2016 ഇനിയും പ്ലാന്റ് നമുക്ക് അസറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ദെൻ 1/1/2016 50,000 രൂപക്ക് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിപ്രീസിയേഷൻ 5,000 രൂപ. എങ്ങനെയാണ് 50,000 ഇൻറ്റു 10/100? ദെൻ ഇനി ഈ വർഷത്തെ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക. ഇവിടെ ടോട്ടൽ 1,35,000 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 45,000 രൂപ. ഓക്കെ. ദെൻ 1/1/2017 ബാലൻസ് ബ്രോ ഡൗൺ പ്ലാന്റിൻ്റെ വാല്യൂ 45,000 രൂപ. ദെൻ ആ വർഷം ക്ലോസിങ്ങിൽ മറ്റു ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. 31/12/2017 ഡിപ്രീസിയേഷൻ 5,000 രൂപ. ബാലൻസ് ക്യാരി ഡൗൺ 2017 ഡിസംബർ 31 ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദിസ് പ്ലാന്റ് 40,000 രൂപയാണ്. ഓക്കെ, നമ്മളോട് 2017 വരെയുള്ളത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോയിൻ്റ് ഔട്ട് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. എന്തൊക്കെയാണ് പ്രൊവിഷൻ? പ്രൊവിഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് എ നോൺ ലാബിലിറ്റി. നമുക്ക് ഉണ്ടാവും എന്ന് ഏകദേശം അറിയുന്ന ഉറപ്പുള്ള ഒരു ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ഫോർ മീറ്റിംഗ് സം നോൺ ലാബിലിറ്റി ഓർ നോൺ ലോസസ്. അഥവാ നമുക്കറിയാവുന്ന എന്തെങ്കിലും ലാബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസോ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അത്തരം ലോസുകളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ റിസർവ് ആണെങ്കിലോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനാണ്, ശക്തിപ്പെടുത്താൻ. അഥവാ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും നഷ്ടം പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന തരത്തിൽ ആക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മുടെ സ്ഥാപനം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗം മാറ്റി വെക്കുകയാണ്. ദെൻ രണ്ടാമത്തെ വ്യത്യാസമാണ് പ്രൊവിഷൻ ആർ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. റിസർവ് ആണെങ്കിലോ റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. നമ്മുടെ ഈ പ്രൊവിഷൻ കൂടി പരിഗണിച്ച് അതൊരു എക്സ്പെൻസ് പോലെ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത്. റിസർവ് ആണെങ്കിൽ സ്ഥാപനം ഉണ്ടാക്കിയ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നീക്കി വെക്കുന്നതാണ് റിസർവ്. അപ്പോൾ പ്രൊവിഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റാണ്. റിസർവ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാണ്. ദെൻ മൂന്നാമത്തത് ഒബ്ജക്റ്റീവ്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ഫോർ നോൺ ലാബിലിറ്റി ബട്ട് കനോട്ട് ബി കാൽക്കുലേറ്റഡ് അക്യുറേറ്റ്ലി. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന വരാൻ സാധ്യതയുള്ള ഒരു ലാബിലിറ്റി മീറ്റ് ചെയ്യാനാണ്. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് അഡ്വാൻസായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത തരം ലാബിലിറ്റിയാണ്. ദെൻ റിസർവ് ആണെങ്കിലോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ടു മീറ്റ് അൺഫോർസീൻ ലാബിലിറ്റി. നമ്മളിത് സാമ്പത്തിക സ്ഥിതി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊവിഷൻ എക്സാമ്പിളാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എറ്റ്സെട്ര. ദെൻ എഫക്റ്റ് ഓൺ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഹെൻ പ്രോഫിറ്റ് ഈസ് റെഡ്യൂസ്ഡ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മറ്റു എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ദെൻ റിസർവ് ആണെങ്കിലോ റിസർവ് റെഡ്യൂസസ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. റിസർവ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് അല്ല കുറയണത്, മറിച്ച് ഇതിൻ്റെ ഓണേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റിൽ ഒരു കുറവുണ്ടാക്കുന്നു. കാരണം മുഴുവൻ പ്രോഫിറ്റ് ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കുറച്ച് ഭാഗം റിസർവായി
മാറ്റിവെക്കുകയാണ്. ദെൻ ഫിഫ്ത്ത്, പ്രൊവിഷൻ ആർ ടു ബി ക്രിയേറ്റഡ് ഈവൺ ഇഫ് ദർ ഈസ് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഓൺലി. സ്ഥാപനം ആവശ്യത്തിന് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. റിസർവ് ആണെങ്കിലോ, റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്ഥാപനം പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ്, അഥവാ പ്രോഫിറ്റിൽ നിന്നാണ് റിസർവ് മാറ്റിവെക്കുന്നത്. ദെൻ പ്രൊവിഷൻ ആർ ക്രെഡിറ്റഡ് ബൈ ഡെബിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതെങ്ങനെയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടാണ്. റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതോ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ദെൻ പ്രൊവിഷൻ്റെ കേസിൽ ഇറ്റ് കനോട്ട് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഈസ് നെസസറി ആസ് പെർ ലോ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ നമുക്ക് ബിസിനസ്സിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യമല്ല, അത് പാടില്ല. ഇത് നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പ്രൊവിഷൻ. റിസർവ് ആണെങ്കിലോ, റിസർവ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ദെൻ ഇതിൻ്റെ ആവശ്യം, പ്രൊവിഷൻ, ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഈസ് നെസസറി ആസ് പെർ ലോ. നിയമപ്രകാരം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യൽ കമ്പനികൾക്ക് നിർബന്ധമാണ്. റിസർവ് ആണെങ്കിലോ, ഇറ്റ്സ് ക്രിയേഷൻ ഈസ് നോട്ട് നെസസറി, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് എ മാറ്റർ ഓഫ് പ്രൂഡൻസ്. റിസർവ് ക്രിയേറ്റ് ചെയ്യൽ നിർബന്ധമല്ല, പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പോളിസി, അതുപോലെ നമ്മുടെ അക്കൗണ്ടിങ് പ്രാക്ടീസ്, പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബേസിലാണ്, സ്ഥാപനത്തിൻ്റെ പോളിസി അനുസരിച്ചിട്ടാണ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ എഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. പ്രൊവിഷൻ എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് കുറയും, അഥവാ നമ്മൾ സ്ഥാപനത്തിന് പ്രോഫിറ്റിന് കൊടുക്കേണ്ട ടാക്സിൽ കുറവ് വരും. റിസർവ് ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് സ്ഥാപനത്തിന് ടാക്സിൽ കുറവുണ്ടാവാനുള്ള സാധ്യതയില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്ര ട്രേഡേഴ്സ് പർച്ചേസ്ഡ് എ മോട്ടോർ വാൻ ഓൺ 1/1/2013 ഫോർ ₹6 lakh. The firm writes off depreciation at the rate of 10% per annum on written down value method. Draw up motor van account for the first 3 years. ഒരു സ്ഥാപനം ഒരു മോട്ടോർ വാൻ, ഒരു അസറ്റാണ്, ഫിക്സഡ് അസറ്റ് വാങ്ങി 6 ലക്ഷം രൂപയ്ക്ക്. സ്ഥാപനത്തിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്, അഥവാ ബുക്ക് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളോട് ആദ്യത്തെ 3 വർഷത്തെ മോട്ടോർ വാൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വാങ്ങിയ ഡേറ്റ് ഇവിടെ മോട്ടോർ വാൻ അക്കൗണ്ടാണ്. വാങ്ങിയ അക്കൗണ്ട് 1/1/2013, ടു ക്യാഷ് 6 lakh, 6 ലക്ഷം രൂപ അതിൻ്റെ കോസ്റ്റ്. പിന്നെ ആ വർഷം അവസാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. 10% ആണ് ഡിപ്രീസിയേഷൻ. 31/12/2013 ഡിപ്രീസിയേഷൻ 60,000, അഥവാ 6 ലക്ഷത്തിൻ്റെ 10%. ബാലൻസ് ക്യാരി ഡൗൺ 5,40,000. ദെൻ 1/1/2014 ഓപ്പണിംഗ് ബാലൻസ് 5,40,000. 31/12/2014 ഡിപ്രീസിയേഷൻ. ഇവിടെ നമ്മൾ ഏത് മെത്തേഡാണ്? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അപ്പോൾ ആ ബുക്ക് വാല്യൂ അഥവാ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 5,40,000ൻ്റെ 10% ഡിപ്രീസിയേഷൻ, അഥവാ 54,000 രൂപ. ദെൻ ക്ലോസിംഗ് ബാലൻസ് 4,86,000. ദെൻ മൂന്നാമത്തെ വർഷം 1/1/2015 ഓപ്പണിംഗ് ബാലൻസ്, ഇവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ്, 4,86,000. ഡിപ്രീസിയേഷൻ ആ വർഷം ഇയർ എൻഡിൽ 48,600, അഥവാ 4,86,000ൻ്റെ 10%. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ 4,37,400. ദെൻ 7th ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഈസ് ടേംഡ് ആസ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, അതിന് പറയുന്ന പേര് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ. ഓക്കെ, ദെൻ മെൻഷൻ ദ നെയിം ഓഫ് ദ റിസർവ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്സ്. റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്യും, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്യും. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ ആ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെ ക്യാപിറ്റൽ റിസർവ് എന്നും, റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെ റവന്യൂ റിസർവ് എന്നും പറയും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ക്യാപിറ്റൽ റിസർവ്? റവന്യൂ റിസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്.
ദാറ്റ് ഈസ് റവന്യൂ ഏൺഡ് ഫ്രം നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. സ്ഥാപനത്തിൻ്റെ നോർമൽ ഓപ്പറേഷൻ, സ്ഥാപനത്തിൻ്റെ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വഴി ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് റവന്യൂ റിസർവ്. ദെൻ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലോ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഗെയിൻ ഫ്രം അതർ ദാൻ നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എറ്റ്സെട്ര. ദെൻ റവന്യൂ റിസർവിൻ്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ്. റവന്യൂ റിസർവ് ഉപയോഗിച്ചിട്ട് ലാഭവിഹിതം ഓണേഴ്സിന് കൊടുക്കാൻ കഴിയും സ്ഥാപനത്തിന്. ക്യാപിറ്റൽ റിസർവ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയില്ല, അഥവാ ലാഭവിഹിതം പ്രഖ്യാപിക്കാൻ കഴിയില്ല. ദെൻ റവന്യൂ റിസർവ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് റവന്യൂ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലോ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ പർപ്പസ് ലേ ഡൗൺ ഇൻ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്റ്റിലെ റൂൾസിനെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആഷ്നി ട്രഡേഴ്സ് ആൻഡ് ഭവ്യ സ്റ്റോർസ് പർച്ചേസ്ഡ് മെഷീനറി ഓൺ 1/1/2013 at rupees 50,000 each. The amount of depreciation calculated by them at 10% for the first 3 years are as follows. രണ്ട് സ്ഥാപനങ്ങളാണ്, ആഷ്നി ട്രഡേഴ്സ്, ഭവ്യ സ്റ്റോർ. രണ്ടുപേരും മെഷീനറി വാങ്ങിച്ചു 1/1/2013. ഇവരുടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതാണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ആഷ്നി ട്രഡേഴ്സിൻ്റെ 3 വർഷം എന്ത് ചെയ്യണം, 5,000 രൂപ വീതം ഡിപ്രീസിയേഷൻ. ഇവിടെ ഭവ്യ സ്റ്റോഴ്സ് ആണെങ്കിൽ ആദ്യത്തെ വർഷം 5,000, രണ്ടാമത്തെ വർഷം 4,500, മൂന്നാമത്തെ വർഷം 4,050. ഐഡൻറ്റിഫൈ ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അഡോപ്റ്റഡ് ബൈ ദ ഫേംസ്. ഇവിടെ ഈ രണ്ട് സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, ഇവിടെ ഫിക്സഡ് എമൗണ്ട് ആണ് എല്ലാ വർഷവും. ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്, അഥവാ ഒറിജിനൽ കോസ്റ്റിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ദെൻ ഭവ്യ സ്റ്റോഴ്സ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ വാല്യൂ കുറഞ്ഞു വരുന്നു, അഥവാ ബുക്ക് വാല്യൂവിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഈ മെത്തേഡിനെ നമ്മൾ എന്ത് പറയും, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആഷ്നി ട്രഡേഴ്സിൻ്റെ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഭവ്യ സ്റ്റോഴ്സിൻ്റെ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ദെൻ ഈ ക്വസ്റ്റിന് രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്, ഡ്രോ അപ്പ് ദ മെഷീനറി അക്കൗണ്ട് ഓഫ് ഭവ്യ സ്റ്റോഴ്സ്. ഈ സ്ഥാപനത്തിൻ്റെ മെഷീനറി അക്കൗണ്ട് കാണിക്കാനാണ് ഫസ്റ്റ് 3 years. ദെൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പ്രകാരം തന്നെ ഓപ്പണിംഗ് ബാലൻസ് 50,000, ആ വർഷം ക്ലോസിങ്ങിൽ ഡിപ്രീസിയേഷൻ 5,000, ക്ലോസിംഗ് ബാലൻസ് 45,000. ദെൻ ഇവിടെ രണ്ടാമത്തെ വർഷം ഓപ്പണിംഗ് ബാലൻസ് 45,000, ഡിപ്രീസിയേഷൻ എന്തായി 4,500 ആണ്, 45,000-ൻ്റെ 10%. ദെൻ അടുത്ത വർഷം ഇവിടെ 4,500 ഡിപ്രീസിയേഷൻ കുറച്ചു, ബാക്കിയുള്ളത് 40,500 ആണ് അസറ്റിൻ്റെ വാല്യൂ. ഓപ്പണിംഗ് ബാലൻസ് 40,500 ലെസ് ഡിപ്രീസിയേഷൻ 4,050. ഫസ്റ്റ് 3 yearsൻ്റെ മെഷീനറി അക്കൗണ്ട്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണൻ ആൻഡ് സൺസ് അക്വയർഡ് എ മെഷീൻ ഫോർ rupees 1,80,000 on 10th October 2012 and spent rupees 20,000 for its installation. 1,80,000 അസറ്റ് മെഷീൻ വാങ്ങിച്ചു, 20,000 രൂപ അതിനുവേണ്ടി ഫിറ്റിംഗ് ചാർജ്, ഇൻസ്റ്റലേഷൻ ചാർജായി ചിലവാക്കി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ 1,80,000 പ്ലസ് 20,000 അഥവാ 2,00,000. നമ്മളോട് 3 വർഷത്തെ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞുള്ളത്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% ഓൺ ഒറിജിനൽ കോസ്റ്റ് അഥവാ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ്, ഡിപ്രീസിയേഷൻ, ബാലൻസ്, ദെൻ ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി for rupees 90,000 on 1/1/2015. On 1/7/2015 another machinery was purchased for rupees 95,000. അപ്പോൾ 2 മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. ജനുവരി 1 90,000 രൂപക്ക് മെഷീൻ വാങ്ങിച്ചു. ജൂലൈ 1 അതേ വർഷം തന്നെ മറ്റൊരു മെഷീൻ 95,000 രൂപക്കും വാങ്ങിച്ചു. അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് 5,000 രൂപയുണ്ട്. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ അറ്റ് 10% per annum, 10% ഡിപ്രീസിയേഷൻ. ഷോ ദ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഇയർ 2015. അസ്യൂം ദാറ്റ് ദ ബുക്സ് ഈസ് ക്ലോസ്ഡ് ഓൺ
31/12/2015. അപ്പോൾ നമ്മളിവിടെ ഏത് മെത്തേഡ് എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മളിവിടെ എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണെന്ന് അസ്യൂം ചെയ്യാം. ആദ്യം ജനുവരി 1 വാങ്ങിയ ആസറ്റ് റെക്കോർഡ് ചെയ്യണം. അതാണല്ലോ ആദ്യം. 1/1/2015 മെഷീനറി അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് അഥവാ ടു ക്യാഷ് അക്കൗണ്ട് ₹90,000. ദെൻ 1/7/2015 അടുത്ത ട്രാൻസാക്ഷൻ. അന്ന് 95,000 രൂപയുടെ മെഷീൻ വാങ്ങി, 5,000 രൂപ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ അതിൻ്റെ വാല്യൂ 1,00,000 രൂപ. ടു ക്യാഷ് 1,00,000 രൂപ. ദെൻ ഡിപ്രീസിയേഷൻ. ആ വർഷം ക്ലോസിങ്ങിൽ 31/12/2015 ഡിപ്രീസിയേഷൻ 14,000. എങ്ങനെയാണ് 14,000 വന്ന്? 90,000 രൂപയ്ക്ക് 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 9,000 രൂപ പ്ലസ് 1,00,000 രൂപയ്ക്ക് 10% ഡിപ്രീസിയേഷൻ 6 മാസത്തേക്ക്. കാരണം 6 മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/7/2015 വാങ്ങിച്ചത്. അപ്പോൾ 6 മാസമാണ് ആ മെഷീൻ ആ സാമ്പത്തിക വർഷം നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. അപ്പോൾ 1,00,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 അഥവാ 5,000 രൂപ. അപ്പോൾ ഈ 90,000-ൻ്റെ 9,000 രൂപ ഡിപ്രീസിയേഷനും ഈ 1,00,000 രൂപയുടെ മെഷീൻ്റെ 5,000 രൂപ ഡിപ്രീസിയേഷനും. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ മെഷീൻ്റെ ഡിപ്രീസിയേഷൻ 14,000 രൂപ. ദെൻ ബാലൻസ് ചെയ്യുന്നു. നമ്മളൊരൊറ്റ വർഷത്തെ അക്കൗണ്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ 1st July 2012 a firm purchased a plant worth ₹40,000. The firm writes off depreciation at the rate 10% on original cost. Straight line method ആണ്. അസറ്റിൻ്റെ വാല്യൂ 40,000 രൂപ. The accounts are closed on 31st December every year. If the plant is sold for ₹35,000 on 1st July 2013, prepare the plant account up to this date. നമ്മൾ 40,000 രൂപയ്ക്ക് ജൂലൈ 1, 2012 മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി 1/7/2012 40,000 രൂപ. ദെൻ ആ വർഷത്തെ പിന്നെ മറ്റു ട്രാൻസാക്ഷനൊന്നും ഈ വർഷമില്ല. 31/12/2012 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റഡ് ടു പ്ലാന്റ് അക്കൗണ്ട് അഥവാ ബൈ ഡിപ്രീസിയേഷൻ എത്ര രൂപയാണ്? 40,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. 6/12 എന്തുകൊണ്ടാണ്? ഇത് വാങ്ങിച്ചത് ജൂലൈ 1 അഥവാ 6 മാസമാണ് പിന്നീടുള്ളത്. അപ്പോൾ 2,000 രൂപ ഡിപ്രീസിയേഷൻ. ഇത് ബാലൻസ് ചെയ്യുന്നു. 40,000 മൈനസ് 2,000 38,000. then 1/1/2013 ബാലൻസ് ബ്രോ ഡൗൺ 38,000 രൂപ. ജൂലൈ 1, 2013 ഈ മെഷീൻ 35,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് ചാർജ് ചെയ്യണം. 30/6/2013 നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് 2,000 രൂപയാണ് എഴുതിയത്. എങ്ങനെ 2,000 രൂപ കിട്ടിയത്? നമ്മളിത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ദ അസറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ 40,000 ഇൻറ്റു 10/100 എന്ന് പറഞ്ഞാൽ 4,000 ആണ്. പക്ഷേ നമ്മളിത് 1/7/2013 വിൽക്കുകയാണല്ലോ. അപ്പോൾ 6 മാസമേ ഉള്ളൂ. 6 മാസത്തെ ഡിപ്രീസിയേഷൻ 2,000. ദെൻ 1/7/2013 ഇത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ബൈ ക്യാഷ്. വിൽക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു പ്ലാന്റ് അക്കൗണ്ടാണ്. ബൈ ക്യാഷ് 35,000 രൂപയ്ക്കാണ് നമ്മളിത് വിൽക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 40,000 രൂപ വിലയുള്ള ഈ അസറ്റ് ആദ്യ വർഷം 2,000 ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് ബാക്കി 38,000 രൂപയുണ്ട്. ആ 38,000-ൽ നിന്ന് വീണ്ടും 2,000 ഡിപ്രീസിയേഷൻ കഴിച്ചാൽ ബാക്കി 36,000 രൂപയുണ്ട്. അപ്പോൾ അത് വിറ്റത് 35,000 രൂപയ്ക്കാണ്. അഥവാ 1,000 രൂപ നമുക്കിതിൽ ലോസാണ്. 36,000 രൂപ വിലയുള്ള അസറ്റ് 35,000 രൂപയ്ക്ക് വിറ്റു. 1,000 രൂപ ലോസ്. ആ ലോസ് കൂടി നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ലോസ് അക്കൗണ്ട് ചെയ്യുന്ന ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്ലാന്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ₹1,000. അപ്പോൾ ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഈ അസറ്റ് അക്കൗണ്ട് ഇതോടുകൂടി ക്ലോസ് ആയി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Given below the transaction relating to purchase and sale of vehicle by a tour operator for the purpose. 1/1/2010 purchase of vehicle ₹2 lakh. The firm has employed written down value method. Written down value method ആണ്. Diminishing balance method ആണ്. Then the rate of depreciation is 10% and the accounting year closes on 31st December every year. Prepare vehicle account for 3 years. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം.
2 ലക്ഷം വാങ്ങിയത്. വെഹിക്കിൾ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് 2 ലക്ഷം. ദെൻ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 20,000 രൂപ. 2 ലക്ഷം ഇൻറ്റു 10%, ഡിപ്രീസിയേഷൻ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ ക്ലോസിംഗ് ബാലൻസ് 1,80,000. ദെൻ അടുത്ത വർഷം 1/1/2011 ഓപ്പണിംഗ് ബാലൻസ് 1,80,000. ദെൻ ആ വർഷം ക്ലോസിംഗിലെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇവിടെ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലായതുകൊണ്ട് ഈ ഓപ്പണിംഗ് ബാലൻസ് ബുക്ക് വാല്യൂ ഇതിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ 10% ചാർജ് ചെയ്യേണ്ടത്. 1,80,000 ഇൻറ്റു 10/100 18,000 രൂപ. ദെൻ ആ വർഷത്തെ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് 1,62,000 രൂപ. ഡിപ്രീസിയേഷൻ 10%, 16,200 രൂപ. 1,62,000 ഇൻറ്റു 10%. ഓക്കെ, ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻട്രഡക്ഷൻ ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി മേ ബി വൺ ഓഫ് ദ കോസസ് ഫോർ ഡിപ്ലീഷൻ, അമോർട്ടൈസേഷൻ, അപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ. ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ മെഷീൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് ഡിപ്രീസിയേഷന് എക്സാമ്പിളാണ്. then അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ നോൾ, സോൾ ട്രേഡർ ബോട്ട് എ ബിൽഡിംഗ് ഫോർ ₹1 lakh on 1/1/2009. Further he constructed another building which was completed on 1/1/2010. He spent ₹2 lakh for this. Depreciation was charged at the end of every year on 31st December on diminishing balance method at the rate 10%. Draw the building account till 2012. ഇവിടെ ഒരു സോൾ ട്രേഡർ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു 1 ലക്ഷം രൂപയ്ക്ക് 1/1/2009. അതുകൂടാതെ അയാൾ പുതിയൊരു ബിൽഡിംഗ് നിർമ്മിച്ചു, കൺസ്ട്രക്റ്റ് ചെയ്തു. അതിനു വേണ്ടി വന്ന ചിലവ് അത് കംപ്ലീറ്റ് ആയത് 1/1/2010 അതായത് അടുത്ത സാമ്പത്തിക വർഷം ഓപ്പണിങ്ങിൽ. അതിനുവേണ്ടി അയാൾ 2 ലക്ഷം രൂപ ചിലവാക്കി. നമ്മളിവിടെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് 2012 വരെയുള്ള ബിൽഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ ആദ്യ വർഷം 1/1/2009 1 lakh ബിൽഡിംഗ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. ഡിപ്രീസിയേഷൻ 10% അല്ലേ, അഥവാ 10,000. ദെൻ 1/1/2010 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് 90,000 അഥവാ 1 ലക്ഷത്തിൽ നിന്ന് 10,000 ഡിപ്രീസിയേഷൻ കുറച്ച് ബിൽഡിങ്ങിൻ്റെ വാല്യൂ 90,000 രൂപ. ആ വർഷം 1/1/2010 പുതുതായിട്ട് നമുക്കൊരു ബിൽഡിംഗ് കൂടി വന്നിട്ടുണ്ട് ടു ക്യാഷ് 2 ലക്ഷം രൂപ. ദെൻ ഡിപ്രീസിയേഷൻ എത്രയുണ്ടായിരിക്കും? ഈ 2 ലക്ഷത്തിൻ്റെ 10% അതുപോലെ 90,000ൻ്റെ 10% അഥവാ 20,000 + 9,000 ഡിപ്രീസിയേഷൻ ടോട്ടൽ 29,000. ഓക്കെ, ദെൻ ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ് ബിൽഡിംഗ് ഉള്ളത്? 2,61,000. ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാണ്. ദെൻ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 2,61,000. ദെൻ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ഈ 2,61,000ൻ്റെ 10% അഥവാ 26,100. ദെൻ ഈ വർഷത്തെ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് 2,34,900. ദെൻ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 2,34,900. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ഡിസംബർ 31 ചാർജ് ചെയ്യുന്നത് 23,490. ദെൻ അക്കൗണ്ടിനെ വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽഡിംഗ് 2,11,410 രൂപ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഈസ് ടേംഡ് ആസ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് അതിൻ്റെ ഡിപ്രീസിയേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ടേം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ അമോർട്ടൈസേഷൻ എന്നുള്ള ഒരു ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ. സൂരജ് ആൻഡ് കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി കോസ്റ്റിംഗ് ₹2,25,000 ഓൺ January 1, 2010 ആൻഡ് സ്പെൻഡ് ₹25,000 ഫോർ ഇറ്റ്സ് ഇറക്ഷൻ. ഇറക്ഷൻ എന്നുള്ള വാക്ക് ഇൻസ്റ്റലേഷൻ എന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്? 2,25,000 + 25,000 ഈക്വൽ ടു 2,50,000. ഓൺ 1st July 2011 അഡീഷണൽ മെഷീനറി വാസ് പർച്ചേസ്ഡ് ഫോർ ₹80,000. അടുത്ത വർഷം ജൂലൈ 1 80,000 രൂപയുടെ മെഷീനറി വീണ്ടും വാങ്ങിച്ചു. ദ കമ്പനി ഡിസൈഡ് ടു റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 10% per annum ഓൺ ദ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. പ്രിപ്പയർ ദ മെഷീനറി അക്കൗണ്ട് ഫോർ ഫസ്റ്റ് 4 years. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിക്കണം, എപ്പോഴും 10% ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്.
അപ്പോൾ നമുക്ക് ഇതിനെ മെഷീനറി അക്കൗണ്ട് 4 വർഷത്തേക്ക് തയ്യാറാക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ആദ്യത്തെ മെഷീൻ 1/1/2010 മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ് 2,50,000 അഥവാ 2,25,000 പ്ലസ് 25,000. ദെൻ മറ്റു ട്രാൻസാക്ഷൻസ് ഒന്നും ആ വർഷമില്ല. അപ്പോൾ ക്ലോസിംഗ് ഡേയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. 10% ആണ് 2,50,000 ഇൻറ്റു 10/100 = 25,000. ദെൻ ആ വർഷത്തെ മെഷീനറി അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് 2,25,000. ദെൻ 1/1/2011 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് മെഷീനറി 2,25,000. ആ വർഷം ജൂലൈയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട് 1/7/2011 80,000 രൂപ. ദെൻ ആ വർഷം ക്ലോസിംഗ് ആകുമ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇവിടെ 26,500 എന്ന് കണ്ടു. എങ്ങനെയാണ് 26,500? 2,25,000-ൻ്റെ 10% പ്ലസ് 80,000-ൻ്റെ 10%. അപ്പോൾ എത്ര ഉണ്ടാവും? 22,500 പ്ലസ് 4,000 80,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 6 മാസത്തേക്ക് 1/7/2011 വാങ്ങിയത്. അപ്പോൾ 4,000 രൂപ. അപ്പോൾ ടോട്ടൽ 26,500 രൂപ. ദെൻ ക്ലോസിംഗ് ബാലൻസ് 2,78,500. ദെൻ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് 2,78,500. ഡിപ്രീസിയേഷൻ ഈ വർഷത്തെ ഓപ്പണിങ്ങിലെ ബുക്ക് വാല്യൂ ആയിട്ടുള്ള 2,78,500 ഇൻറ്റു 10/100 27,850. ഓക്കെ. ദെൻ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഡിപ്രീസിയേഷൻ നമ്മൾ സാധാരണ മനസ്സിലാക്കിയ പോലെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇതിനെ അക്കൗണ്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹2,90,000 ആൻഡ് സ്പെൻഡ് ₹10,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. 2,90,000 പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് 10,000. ടോട്ടൽ കോസ്റ്റ് 3,00,000 ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ 3 years ഇറ്റ് വാസ് സോൾഡ് ഫോർ ₹2,00,000 ഓൺ March 31, 2011. ഡിപ്രീസിയേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 10% ഓൺ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. 3 വർഷം ഉപയോഗിച്ചിട്ട് ഈ അസറ്റിനെ 2,00,000 രൂപയ്ക്ക് വിറ്റു. ഈ മെഷീനറി 3,00,000 രൂപ ചിലവ് വരുത്തി നമ്മൾ വാങ്ങിയ ഈ അസറ്റ് 3 വർഷത്തെ ഉപയോഗത്തിന് ശേഷം 2,00,000 വിറ്റു. നമ്മളോട് പറഞ്ഞാൽ പാസ് ജേണൽ എൻട്രി ഫോർ റെക്കോർഡിംഗ് ദ പർച്ചേസ് ഓഫ് മെഷീനറി. ആ മെഷീനറി വാങ്ങിച്ച് ജേണൽ എൻട്രി എഴുതാൻ. അപ്പോൾ എമൗണ്ട് തെറ്റാതെ ശ്രദ്ധിക്കുക. ജേണൽ എൻട്രി നമുക്കറിയാം. മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് 3,00,000. ദെൻ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി അസ്യൂമിങ് ദാറ്റ് ദ അക്കൗണ്ടിങ് ഇയർ ക്ലോസസ് ഓൺ 31st March എവരി ഇയർ. നമ്മൾ ഈ അസറ്റ് ഈ മെഷീനറി വിറ്റപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ കോസ്റ്റ് ഓഫ് ദ മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,00,000. അപ്പോൾ ആദ്യ വർഷത്തെ ഡിപ്രീസിയേഷൻ 30,000. ബാലൻസ് രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് 2,70,000 ലെസ് രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 30,000. എന്തുകൊണ്ടാണ് സെയിം എമൗണ്ട് വരുന്നത്? ഇവിടെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. ദെൻ മൂന്നാമത്തെ വർഷം ഓപ്പണിംഗ് ബാലൻസ് 2,40,000 ആണ്. ഡിപ്രീസിയേഷൻ വീണ്ടും 30,000. ദെൻ ഇത് വിൽക്കുന്നത് 2011 അപ്പോൾ ബുക്ക് വാല്യൂ ഓഫ് മെഷീനറി ആ സമയത്ത് വിൽക്കുന്ന സമയത്തുള്ള ബുക്ക് വാല്യൂ 2,10,000 അല്ലേ? ഇതെന്നാ വിറ്റത്? March 31, 2011 വിറ്റത്. ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ April 1 മുതൽ March 31 വരെയാണ്. അപ്പോൾ ആ സമയത്തുള്ള അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 2,00,000 രൂപക്കാണ് വിറ്റത്. 2,10,000 ബുക്ക് വാല്യൂ ഉള്ള മെഷീനറി 2,00,000 രൂപയ്ക്ക് വിറ്റാൽ 1,00,000 രൂപ എന്താണ്? ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറിയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേണിലുള്ള ഒരു അസറ്റ് അക്കൗണ്ട് തയ്യാറാക്കാനാണ്. ആദിത്യ പബ്ലിഷേഴ്സ് ന്യൂഡൽഹി പർച്ചേസ്ഡ് എ പ്രിൻറ്റിംഗ് മെഷീൻ ഫോർ ₹5,50,000 ഓൺ 1st April 2000. ദ കമ്പനി സ്പെൻഡ് ₹50,000 ഫോർ ഇറ്റ്സ് ഇറക്ഷൻ. 5,50,000 രൂപയ്ക്ക് വാങ്ങി 50,000 രൂപ അത് ഫിറ്റിംഗ് ചാർജായി. ടോട്ടൽ 6,00,000 രൂപയാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ. ദെൻ ദ കമ്പനി ക്ലോസസ് അക്കൗണ്ട്സ് ഓൺ 31st March എവരി ഇയർ. എല്ലാ വർഷം March 31 അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ 10% ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്.
പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് ഫോർ 4 years ബേസ്ഡ് ഓൺ ദ എബവ് ഇൻഫർമേഷൻ. ദെൻ ഇവിടെ ഒക്ടോബർ 1, 2002 പുതിയൊരു മെഷീൻ 2 ലക്ഷം രൂപക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണിക്കണം. അപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. ഏപ്രിൽ 1, 2000 നമ്മൾ ആദ്യം മെഷീനറി വാങ്ങിച്ചത് 6 ലക്ഷം രൂപ. ദെൻ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 6000 രൂപ 10%. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ 5,40,000. അടുത്ത വർഷം 1/4/2001 ഓപ്പണിംഗ് ബാലൻസ് 5,40,000. ഡിപ്രീസിയേഷൻ 60,000 രൂപ. നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഫോർ ദ ഇയർ 4,80,000 രൂപ. 1/4/2002 അടുത്ത സാമ്പത്തിക വർഷം ഓപ്പണിങ്ങിൽ ബാലൻസ് 4,80,000. 1 October 2002 2 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിച്ചു. ജേർണൽ എൻട്രി മെഷീൻ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ മെഷീൻ അക്കൗണ്ടിൽ പ്രിൻറ്റിംഗ് മെഷീൻ അക്കൗണ്ടിൽ ക്യാഷ് 2 lakh. ഡിപ്രീസിയേഷൻ വരുമ്പോൾ അപ്പോൾ ഡിപ്രീസിയേഷൻ 70,000 രൂപയാണ്. എങ്ങനെ 70,000 രൂപ കിട്ടിയത്? ആദ്യം വാങ്ങിയ അസറ്റിൻ്റെ 60,000 രൂപ ഡിപ്രീസിയേഷൻ. പിന്നെ രണ്ടാമത് വാങ്ങിയ അസറ്റ് 2 ലക്ഷം രൂപയുടെ അസറ്റാണ്. ഇത് നോർമലി എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ? 10% എന്ന് പറയുമ്പോൾ 20,000 രൂപയാണ്. പക്ഷെ നമ്മളിത് വാങ്ങിച്ചത് 1/10/2002 അപ്പോൾ എത്രയുണ്ടാവും? 2 ലക്ഷം ഇൻറ്റു 10/100 ഇൻറ്റു എത്ര മാസമുണ്ട്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസമുണ്ട് അല്ലേ? അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 10/100 ഇൻറ്റു 6/12 എന്ന് പറയുമ്പോൾ 10,000 രൂപ. ഓക്കെ, അപ്പോൾ 60,000 പ്ലസ് 10,000 ഈക്വൽ ടു ഡിപ്രീസിയേഷൻ 70,000. നമ്മൾ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ 6,10,000 രൂപ. ദെൻ 1/4/2003 ബാലൻസ് ബ്രോ ഡൗൺ 6,10,000 ലെസ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 80,000. ദെൻ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ 80,000 രൂപ? ഈ 6 ലക്ഷത്തിൻ്റെ 10% ആയിട്ടുള്ള 60,000 പ്ലസ് 2 ലക്ഷം പിന്നീട് വാങ്ങിയ മെഷീൻ്റെ 10% ആയിട്ടുള്ള 20,000 ടോട്ടൽ 80,000 രൂപ. ഓക്കെ, ഇങ്ങനെയാണ് ഈ മെഷീൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഷുഡ് ബി അക്യുറേറ്റ്ലി എസ്റ്റിമേറ്റഡ് ആൻഡ് അക്കൗണ്ടഡ് ടു പ്രസൻറ്റ് എ ട്രൂ ബാലൻസ് ഷീറ്റ് ടു ഫുൾഫിൽ ലീഗൽ റിക്വയർമെൻറ്റ് ടു അവോയ്ഡ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൾ ഓഫ് ദിസ്. എന്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അക്കൗണ്ട് ചെയ്യുന്നതും? നമ്മൾ ഈ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ആൾ ഓഫ് ദീസ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇതേ പ്രകാരം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ എഴുതി സ്വന്തമായിട്ട് അത് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ് അപ്രീസിയേഷൻ എന്നാണ് ഇതിൻ്റെ ആൻസർ. ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അപ്രീസിയേഷനാണ്. ദെൻ വൈൽ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഡാഷ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ കോസ്റ്റ്. നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ടൈം. അപ്പോൾ ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ആണ് ആൻസർ. ദെൻ റിസർവ് ഈസ് എ ഡാഷ് ഓഫ് പ്രോഫിറ്റ്. റിസർവ് എന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അത് പ്രൊവിഷൻ ആണെങ്കിലോ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ടേം മനസ്സിലാക്കുക. പ്രൊവിഷൻ ഈസ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, റിസർവ് ഈസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എ മെഷീനറി വാസ് പർച്ചേസ്ഡ് ഫോർ ₹10,000 ആൻഡ് സ്പെൻഡ് $4,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ മെഷീനറി ഈസ് 15,000. ദ ടോട്ടൽ കോസ്റ്റ് ദാറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഈസ്. നമ്മളൊരു 10,000 രൂപയുടെ മെഷീൻ വാങ്ങി 1000 രൂപ ഫിറ്റ് ചെയ്യാൻ ചിലവാക്കി. ഈ മെഷീൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 11,000 രൂപയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അഥവാ വാങ്ങിയ വിലയും 1000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജും. ദെൻ അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ്, റിട്ടൺ ഡൗൺ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, നൺ ഓഫ് ദിസ്. നമ്മൾ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡിൽ റിട്ടൺ ഡൗൺ വാല്യൂവിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഒറിജിനൽ കോസ്റ്റിലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ കാറ്റിൽ, ലൂസ് ടൂൾസ് എറ്റ്സെട്ര, മൈൻസ്, കോറേജ് എറ്റ്സെട്ര,
മെഷീനറി, ബിൽഡിംഗ് എക്സെട്ര. ഇവിടെ ഏതാണ് ഡിപ്ലീഷൻ യൂസ് ചെയ്യുന്നത്? മൈൻസ്, ക്വാറീസ്. ദെൻ അണ്ടർ ഡാഷ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഗോസ് ഓൺ റിഡ്യൂസിങ് ഇയർ ടു ഇയർ. ഏത് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ഓരോ വർഷം കുറഞ്ഞു വരുന്നത്? ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറയാം. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഫാഷൻ ഓർ ന്യൂ ഇൻവെൻഷൻസ് സം അസറ്റ്സ് മേ ബി ഡിസ്കാർഡഡ് ബിഫോർ ദെയർ പ്രൊഡക്റ്റീവ് ലൈഫ് കംസ് ടു ആൻ എൻഡ്. ദിസ് ഈസ് കോൾഡ് ഒബ്സൊലസൻസ്. ചേഞ്ച് ഇൻ ഫാഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തം വഴി ചില അസറ്റ്സ് അതിൻ്റെ ഉപയോഗപ്രദമായ ലൈഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒഴിവാക്കേണ്ടി വരുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഒബ്സൊലസൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബുക്ക് വാല്യൂ, ഒറിജിനൽ വാല്യൂ, റീപ്ലേസ്മെൻറ്റ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിലാണ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിലാണ് എന്നും പറയാം. നമ്മൾ മുമ്പൊരു ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ആൻസർ കണ്ടത്. ഇവിടെ ഒന്നുകിൽ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള ഒരു മെഷീനറി അക്കൗണ്ട്, ഒരു അസറ്റ് അക്കൗണ്ട് തയ്യാറാക്കാനാണ്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഏകദേശം ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാ എക്സാമിനേഷനും വരാറുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് സെറ്റായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് മുഴുവനായിട്ട് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.